ഇസ്രായേൽ മക്കളെ അവരുടെ അടിമ വീടായ മിസ്രൈമിൽ നിന്നും അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് എത്തിച്ചേരുവാൻ അവരെ മുന്നിൽ നിന്ന് നയിച്ചത് മോശയായിരുന്നു. മോശയ്ക്ക് ഇസ്രായേൽ മക്കളെ ചെങ്കടൽ കൂടെ നയിച്ചു പോകുവാൻ സാധിച്ചു. ഇസ്രായേൽ മക്കൾക്ക് അവരുടെ യാത്രയിൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. എന്നാൽ മോവാബ് ദേശത്ത് വെച്ച് മോശ മരിച്ചു. മോശയുടെ മരണശേഷം ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത ദേശത്തേക്ക് അവരെ നയിച്ചത് നൂനിൻ്റെ മകനായ ജോഷുവയാണ്. അങ്ങനെ അവരെ യാത്ര ചെയ്ത് യെരിഹോവിലെത്തി. യെരിഹോ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടയ്ക്കുകയും ആരും അകത്തോട്ടും പുറത്തോട്ടും പോകുവാനുള്ള സാഹചര്യമില്ലായിരുന്നു. യഹോവ ജോഷുവയോട് കൽപ്പിച്ചു, യെരിഹോവിനെയും അവരുടെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അങ്ങനെ യോശുവ യഹോവ കൽപ്പിച്ചത് പ്രകാരം യെരിഹോ പട്ടണം പിടിച്ചെടുത്തു. ജോഷുവയും ഇസ്രായേൽ മക്കളും യെരിഹോ പട്ടണം പിടിച്ചെടുക്കുന്നത് ഒരു ചെറിയ സ്കിറ്റ് മുഖേന ഗ്രൂപ്പ് 2 പൈതങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. വാൾസ് ഓഫ് ജെറിക്കോ. മക്കളെ, എല്ലാരും നല്ല കളർഫുൾ ഡ്രസ് ആണല്ലോ. ഓ, ആനിവേഴ്സറി പ്രോഗ്രാം ഉണ്ടല്ലേ? ഏത് കഥയാ വേണ്ടത്? അതെന്താ അവിടെ ഒരു സംസാരം? എവിടെയോ കണ്ട പോലെയുണ്ട്. മോൾക്ക് എവിടുന്ന് കിട്ടിയത്? ഇതെന്റെ രാഹാബലിയമ്മച്ചി തന്നതാ. അത് വെറും ചരടല്ല, അതിന് പിന്നിലൊരു വലിയ കഥയുണ്ട്. യഹോവ നമുക്ക് ജയം തന്ന കഥ, നമ്മൾ യെരിഹോ കോട്ട പിടിച്ചടക്കിയ കഥ. യോശുവയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പോയി. യഹോവ യോശുവോട് പറഞ്ഞിരുന്നു, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോടും കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. എന്റെ ചെറുപ്പം പ്രായം, നല്ല യൗവനം. ബാ, അവിടെ മാറിയിരുന്ന് പറയാം. ഇവിടെ ഭയങ്കര വെയില. ആ ഈന്തപ്പനകളുടെ അടുത്ത് പോയി ഇരിക്കാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും യോശുവയുടെ ലീഡർഷിപ്പിൽ യെരിഹോ കോട്ട ചുറ്റുവാൻ തുടങ്ങി. ഇന്നത്തെ പോലെ അന്നും അവിശ്വാസമുള്ളവർ നമ്മുടെ ഇടയിലും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പറയാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ 2 കൂട്ടുകാരുണ്ടായിരുന്നു. ഇടയ്ക്ക് അവരെ കാണില്ല, മാറി ഒന്ന് വർത്താനം പറഞ്ഞു നിൽക്കുന്നതാണ്. ഓ, അന്ന് യഹോവ ഞങ്ങൾക്ക് തന്ന ജയം ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. നമ്മുടെ പിതാക്കന്മാർ ചെങ്കടൽ വരെ പുഷ്പം പോലെ കടന്നു. പിന്നെ ആണോ ഇത്? ഇന്ന് തന്നെ 6 തവണ നടന്നു. നിനക്കാൻ ഞാനില്ല. നീ ഇവിടെ നിന്നോ, ഞാൻ പോവാവിടെ കൂടെ. യോശുവിന്റെ അടുത്ത് ദൈവം പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും മോശയോട് കൽപ്പിച്ച പോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. കേൾക്കുന്നില്ലേ? ജോഷുവ കൂട്ടിൽ വരുന്ന ശബ്ദം. ഇത് 7ാം തവണ ചുറ്റുന്നത്. എന്നാ ഞാനും വരുന്നുണ്ട്.
നമ്മളിവിടെ കണ്ട സ്കിറ്റ് ജോഷിയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ യെരിഹോ പിടിച്ചെടുത്തതാണ്. ഇസ്രായേൽ മക്കളുടെ വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചേരുവാൻ പല പല പ്രതിസന്ധിയിൽ കൂടെ അവർ കടന്നുപോയി. എന്നാൽ യഹോവയുടെ വെള്ളപ്പാട് കേട്ടപ്പോൾ എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്യുവാൻ സാധിച്ചു. യെശയ്യാവ് 55:8-9 പറയുന്ന പോലെ, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർത്തിനിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളുടെ പരതാത ദൈവകൃപയിലും ദൈവവചനത്തിലും പ്രാർത്ഥനയിലും ഉറച്ചു നിന്ന് നമ്മുടെ വാഗ്ദത്തങ്ങളെ നേടിയെടുത്ത് ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിച്ചും കൊണ്ട് ഗ്രൂപ്പ് 2 പൈതങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു ആക്ഷൻ സോങ്ങുമായി കടന്നു വരുന്നു. വിശ്വാസമാകുന്ന പരിചയന്തി ഒരുങ്ങി നിൽക്കും ഞങ്ങൾ. വിശ്വാസമാകുന്ന പരിചയന്തി ഒരുങ്ങി നിൽക്കും ഞങ്ങൾ. വചനമെന്നൊരു വാളുമെടുത്ത് വിജയം നേടും ഞങ്ങൾ. വചനമെന്നൊരു വാളു